സ്നാനത്തെക്കുറിച്ച് പറയുമ്പോൾ രോചകമാണ്, അത് കേൾക്കാൻ പലർക്കും താല്പര്യമില്ല. പക്ഷേ ഇത് കർത്താവിന്റെ കൽപ്പനയല്ലേ. നമ്മൾ പല നിരയിലുള്ള സ്നാനത്തെക്കുറിച്ച് കണ്ടിട്ടുണ്ട്. ചെറിയ പ്രായത്തിൽ ഒന്നും അറിയാതിരിക്കുമ്പോൾ സ്നാനം നടക്കുന്നുണ്ട്. മാമോദീസ എന്ന പേര് ഒരു കൊച്ചുകുഞ്ഞ് ഒന്നും നല്ലതോ ചീത്തയോ തിരിച്ചറിയാൻ പ്രായമാകുന്നതിന് മുൻപ് എല്ലാവരും ഒന്നിച്ചുകൂടി ആ കുഞ്ഞിനു വേണ്ടി മറ്റൊരാൾ ആ പേര് പറഞ്ഞത് ഏറ്റെടുക്കുകയാണ്. അവിടെയുള്ള പുരോഹിതൻ വെള്ളം തളിച്ച് മാമോദീസ മുക്കുകയാണ്. ഇങ്ങനെ നമ്മൾ പലരും ചെറിയ പ്രായത്തിൽ മാമോദീസ മുക്കിയവരാണ്. എന്നാൽ ഓർക്കുക, അവർക്കാർക്കും മനസ്സിലാകാത്തൊരു കാര്യമുണ്ട്. ഈ കുഞ്ഞിന് ഒന്നും തിരിച്ചറിയാൻ പ്രായമായിട്ടില്ല. അതിന് നന്മയോ തിന്മയോ അറിയില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു മാമോദീസയ്ക്കകത്തല്ല ദൈവം ആഗ്രഹിക്കുന്നത്. വചനം പഠിക്കുമ്പോൾ പ്രായമായവർക്കാണോ ഇനി മാമോദീസ, അതോ ചെറിയ പ്രായത്തിലുള്ളവർക്കാണോ മാമോദീസ, നമുക്കറിയില്ല. പക്ഷേ വചനം പറയുന്നത് എന്താണ്? വിശ്വസിക്കുന്നവർക്ക്. അതെ, പ്രായമല്ല അതിൻ്റെ അടിസ്ഥാനം. നാം വിശ്വസിക്കുന്നുണ്ടോ? കർത്താവിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ കൽപ്പനയായ സ്നാനം അനുസരിച്ചേ പറ്റൂ. ഒരാളെന്നോട് ചോദിച്ചു, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. അപ്പോൾ വിശ്വസിച്ചാൽ സ്നാനമേറ്റാൽ രക്ഷിക്കപ്പെടും. ഇല്ല, വിശ്വസിക്കുന്നില്ലെങ്കിൽ ഇതൊന്നും ആവശ്യമില്ലല്ലോ. അപ്പോൾ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യണം. വിശ്വസിക്കാത്തവനും സ്നാനമേൽക്കാത്തവനും എന്നില്ലല്ലോ വചനത്തിൽ. വളരെ നല്ല ചോദ്യമാണ്. ഞാനതിന് മറുപടി പറഞ്ഞു, വിശ്വസിച്ചാലല്ലേ സ്നാനമേൽക്കുന്നുള്ളൂ. വിശ്വസിക്കാത്തവൻ പിന്നെ എന്ത് സ്നാനപ്പെടാനാ? അപ്പോൾ ജ്ഞാനവും വിശ്വാസവും ഒന്നിച്ചു പോകുന്ന കാര്യമാണ്. യേശുവിന്റെ കൽപ്പനയെ അനുസരിക്കാൻ മനുഷ്യർക്കൊക്കെ ഭയങ്കര മടിയാണ്. കാരണം അതിനേക്കാൾ നല്ല പല കാര്യങ്ങളും നമുക്കുണ്ടെന്നൊരു തോന്നല. പക്ഷേ ക്രിസ്തുവിന്റെ സാന്നിധ്യം അറിയണമെങ്കിൽ ഈ ഭൂമിയിൽ വെച്ച് മാത്രമല്ല, നിത്യത മുഴുവൻ യേശുവിനെ അനുഭവിച്ചറിയണമെങ്കിൽ ദൈവത്തിന്റെ കൽപ്പനയാകുന്ന സ്നാനം അനുസരിക്കാതെ ഒരു വ്യക്തിക്കും സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് താണലോകത്തിലേക്ക് വന്ന യേശു ക്രിസ്തു യോഹന്നാൻ സ്നാപകന്റെ കൈക്കീഴിൽ താൻ സ്നാനപ്പെട്ടത് എന്ന് പറഞ്ഞാൽ അത് വേണ്ടായിരുന്നു എന്ന് പലരും പറയും. വേണ്ട എന്നല്ല, കർത്താവിനറിയാം അത് ദൈവം തന്നെ ഏൽപ്പിച്ച ദൗത്യത്തിന്റെ ആരംഭമാണ്. തന്റെ ശുശ്രൂഷയുടെ ആരംഭത്തിൽ ഇങ്ങനെ സകല നീതിയും നിവർത്തിയാകണമെന്ന് പറഞ്ഞുകൊണ്ട് താൻ സ്നാനജലത്തിലേക്ക് ഇറങ്ങി തളിച്ചതല്ല. സ്നാനജലത്തിലേക്ക് സ്നാപകനും യേശുവും ഇറങ്ങിയാണ് മുങ്ങിയെങ്കിൽ നമ്മളും അങ്ങനെ തന്നെ വിശ്വസിച്ചുകൊണ്ട് നടക്കണം. എന്താ അവിടെ സംഭവിച്ച ഒരു കാര്യങ്ങളും കൂടെ സന്ദർഭവശാൽ ഞാൻ പറയട്ടെ. യേശു 33 തിരുവയസ്സ് വരെ ഭൂമിയിൽ ജീവിച്ചു. 30ാമത്തെ വയസ്സിലാണ് സ്നാനത്തിന് വേണ്ടി ഇറങ്ങിയത്. ആ സമയത്ത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ആ സ്നാനക്കടവിൽ സംയോജിച്ചു. സ്വർഗത്തിലിരുന്നു കൊണ്ട് പിതാവ്, വെള്ളത്തിനകത്ത് നിൽക്കുന്ന പുത്രൻ, പരിശുദ്ധാത്മാവ് പ്രാവ് പോലെ പറന്നു നിന്നു. യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനമേൽക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നുണ്ടായ ശബ്ദം എന്താണെന്ന് അറിയാമോ? ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അതിൻ്റെ അർത്ഥം കഴിഞ്ഞ 30 വർഷം നിങ്ങളുടെ ഇടയിൽ ജീവിച്ച യേശു ക്രിസ്തുവിനെ നിങ്ങൾക്ക് വേണ്ടതുപോലെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. നിങ്ങൾ പല കാര്യങ്ങൾ പറഞ്ഞു, അമ്മയെക്കുറിച്ചും അപ്പനെക്കുറിച്ചും ഒക്കെ അപവാദം പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ പേരിലായിരിക്കും നിങ്ങൾ ചിലപ്പോൾ എൻ്റെ പുത്രനെ കണ്ടത്. പക്ഷേ കഴിഞ്ഞ 30 വർഷത്തെ രഹസ്യ ജീവിതത്തിൽ ഞാൻ പ്രസാദിച്ചു എന്നാണ് പിതാവ് സ്വർഗത്തിലിരുന്ന് പറഞ്ഞത്. അതെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലും ഇന്നലെ വരെയുള്ള സകലത്തെയും മറന്ന് ദൈവം പ്രസാദിക്കുന്ന ഒരു ജീവിതം നയിക്കാൻ ആരംഭിക്കുമ്പോൾ അതിൻ്റെ ആരംഭം ഒരു സ്നാനത്തിലാണെന്ന് മറക്കരുത്.